യുവർ പേരൻസ് നീഡ്സ് യുവർ ഹെൽപ്പ്. എന്തുകൊണ്ടാണ് കേരളത്തിലെ 50 വയസ്സ് കഴിഞ്ഞ പേരൻസിന് ഏതെങ്കിലും തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസോ അല്ലെങ്കിൽ മുട്ടിന് വേദന, നടുവിന് വേദന മുതലായ പ്രോബ്ലംസ് ഉണ്ടാകുന്ന നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒന്നാമത്തേത് എല്ലാവർക്കും അറിയാം, സെഡൻഡറി ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ശാരീരിക അധ്വാന കുറവ്. രണ്ടാമത്തേത് പൂവർ ന്യൂട്രീഷൻ അല്ലെങ്കിൽ എക്സസ് കാർബോഹൈഡ്രേറ്റ്സ് ഇൻടേക്ക്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കൂടുതൽ പൈസ ചെലവാകും എന്ന് കരുതി പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണവും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡും കഴിക്കാതെ ചീപ്പായിട്ട് കിട്ടുന്ന കാർബോഹൈഡ്രേറ്റ്സ് ഫുഡുകൾ കൂടുതലായിട്ട് കഴിക്കുന്നു. വീട്ടമ്മമാർ കൂടുതലായി വണ്ണം വെക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഈ വൈകിട്ട് ബാക്കി വരുന്ന ഭക്ഷണം കളയണ്ട എന്ന് കരുതി അവർ മുഴുവൻ തിന്നു തീർക്കുന്നു. മൂന്നാമത്തേതാണ് ഏറ്റവും രസം, ദുരഭിമാനം. അതെന്താണെന്ന് ഞാൻ അവസാനം പറയാം. നമ്മുടെ നാട്ടിലെ പേരൻസിൻ്റെ പൂവർ ന്യൂട്രീഷൻ സ്ട്രാറ്റജി കറക്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. അവർ 3 മീലാണ് കഴിക്കുന്നുണ്ടെങ്കിൽ 3 മീലിലും ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രോട്ടീൻ്റെ ക്വാണ്ടിറ്റി പ്ലേറ്റിൽ ഉണ്ടായിരിക്കണം. അതിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന 3 പ്രോട്ടീൻ സോഴ്സാണ് എഗ്ഗ്, ഫിഷ്, ചിക്കൻ. നിങ്ങൾ വെജിറ്റേറിയൻ ഫാമിലി ആണെങ്കിൽ ഒരു നേരമെങ്കിലും വേ പ്രോട്ടീൻ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. പ്രോട്ടീൻ കൂട്ടുന്നതിനോടൊപ്പം തന്നെ അമിതമായ കാർബോഹൈഡ്രേറ്റ്സ് അവർ കഴിക്കുന്നുണ്ടെങ്കിൽ അത് പതുക്കെ കുറച്ച് കൊണ്ടുവരിക. അതിൽ ഫ്രൂട്ട്സും ഇൻക്ലൂഡഡ് ആണ്. വീട്ടമ്മമാരോട് രാത്രിയിൽ ബാക്കി വരുന്ന ഭക്ഷണം കഴിച്ച് നിങ്ങൾ അസുഖം ഉണ്ടാക്കുന്നതിലും നല്ലത് വേണ്ട ഫുഡ് മാത്രം ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുന്നതാണ്. ഇനി സെഡൻഡറി ലൈഫ് സ്റ്റൈലും ദുരഭിമാനവും തമ്മിൽ കണക്റ്റഡ് ആണ്. നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റ് പ്രകാരം സത്യം പറഞ്ഞാൽ ഔട്ട്ഡോർ ആക്ടിവിറ്റിക്ക് അത്ര പറ്റിയതല്ല. ബിക്കോസ് മിക്ക മാസങ്ങളിലും മഴ കാണും. അതുപോലെ നമ്മുടെ റോഡുകൾക്ക് വീതി കുറവാണ്, വണ്ടികൾ കൂടുതലാണ്. അപ്പോൾ രാവിലെ എണ്ണീറ്റ് നടന്നാൽ നമുക്ക് ആ ബുദ്ധിമുട്ടുണ്ട്, അപകടങ്ങൾ ഉണ്ടാവും. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് റോഡിലൂടെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന പട്ടിശല്യം. ഈ പട്ടികളെ കൊണ്ട് ഒരാൾക്ക് പോലും ഇപ്പം വഴി നടക്കാനും പറ്റുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഏത് പ്രായക്കാരാണെങ്കിലും നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും ജിമ്മുകളിൽ പോകാൻ നോക്കുക. അതിന് നാണക്കേടൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ 50 വയസ്സ് കഴിഞ്ഞുള്ള ആളാണെങ്കിൽ മിനിമം 3 മാസമെങ്കിലും ഒരു പേഴ്സണൽ ട്രെയിനറിൻ്റെ അണ്ടറിൽ വർക്കൗട്ട് ചെയ്തതിന് ശേഷമേ നിങ്ങൾ ആ വർക്കൗട്ട് കണ്ടിന്യൂ ചെയ്യാവൂ. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ 6000 രൂപ മുതൽ 30,000 രൂപ വരെ മാസം മേടിക്കുന്ന പേഴ്സണൽ ട്രെയിനേഴ്സിനെ എനിക്കറിയാം. ഈ ഒരു എമൗണ്ട് നഷ്ടമാണെന്ന് കരുതി നിങ്ങൾ ഒരിക്കലും മുടക്കാതിരിക്കരുത്. ഇത് നിങ്ങളുടെ ലൈഫ് ടൈം അസറ്റ് ആയിരിക്കും. അല്ലാതെ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കൾ ഷഷ്ടിപൂർത്തിക്ക് ലക്ഷങ്ങൾ മുടക്കുന്നതോ അല്ലെങ്കിൽ അവരുടെ മരണസമയത്ത് ലക്ഷങ്ങൾ മുടക്കുന്നതോ അല്ല വലിയ കാര്യം. ഇങ്ങനെയുള്ള ഗിഫ്റ്റുകളാണ് അവരുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കുന്നത്. ഇനി എൻ്റെ കാര്യം പറയാൻ, ഞാൻ 22 വർഷം മുമ്പാണ് ആദ്യമായിട്ട് ജിമ്മിൽ പോകുന്നത്. അന്ന് ഞാൻ ജിമ്മിൽ പോകുന്ന സമയത്ത് എന്നെ കളിയാക്കിയിരുന്ന 50% പേരും ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസിന് അടിമകളാണ്. ഒരു 10% പേര് ഇപ്പോൾ സമൂഹത്തിലേ ഇല്ല, അവരെല്ലാം മരിച്ചുപോയി. പിന്നെ ആരെ പേടിച്ചാണ് നമ്മൾ ഈ ജിമ്മിൽ പോകാതെ അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് നോക്കാതിരിക്കുന്നത്? സോ നിങ്ങളുടെ ഹെൽത്ത് നോക്കേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. സീ യു നെക്സ്റ്റ് വീഡിയോ.